നമസ്കാരം. IPL ലക്നൗ സൂപ്പർ ജയൻസുമായുള്ള ഡു ഓർ ഡൈ മാച്ചായിരുന്നു കഴിഞ്ഞ ദിവസം ചെന്നൈയുമായി കാഴ്ചവെച്ച് നടന്നത്. എന്നാൽ ആ മാച്ചിൽ തന്നെ വമ്പൻ ഫ്ലോപ്പായതിന് പിന്നാലെ രൂക്ഷ വിമർശനം തന്നെയാണ് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. ചെന്നൈ സൂപ്പർ കിങ്സ് ടീം ഒന്നടങ്കം അല്ല, പക്ഷേ പ്രത്യേകമായി പറയുകയാണെങ്കിൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ നേരിടുന്നത്. ബാറ്റിംഗ് അത്ര എളുപ്പമല്ലാതിരുന്ന ഏകാന്ത സ്റ്റേഡിയത്തിലെ പിച്ചിൽ 20 ബോളിൽ 20 റൺസ് മാത്രം എടുത്ത് അദ്ദേഹം പുറത്താവുകയായിരുന്നു. 3 ഫോറുകൾ മാത്രമേ ഉൾപ്പെട്ടിരുന്നുള്ളൂ. തൻ്റെ സ്ഥിരം അഗ്രസീവ് ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി വളരെ സ്ലോ ബാറ്റിംഗ് ആണ് സഞ്ജു കാഴ്ചവെച്ചത്. പലതവണ ബീറ്റ് ചെയ്യപ്പെടുകയും അതുപോലെ ചെയ്ത അദ്ദേഹത്തെ മടക്കിയത് സീസണിലെ ആദ്യ മത്സരം കളിച്ച പേസർ ആകാശ് സിംഗ് ആണ് എന്നുകൂടി പറയാം. പ്ലേ ഓഫ് പ്രതീക്ഷകൾ കാക്കാൻ CSKക്ക് ജയം അനിവാര്യമായിരുന്നു എന്നുകൂടി നമ്മൾ പറഞ്ഞേ മതിയാകൂ. അതാണ് ഇവിടെ നഷ്ടമായിരിക്കുന്നത്. കളിയിൽ നിറമങ്ങിയതിനു പുറകെ സോഷ്യൽ മീഡിയയിൽ പലരും സഞ്ജുവിനെ കടന്നാക്രമിച്ചെത്തിയിരിക്കുകയാണ്. വിശ്വസിച്ചാലുമില്ലെങ്കിലും സ്വിങ്ങും സീം മൂവ്മെന്റുമുള്ള പിച്ചുകളിൽ സഞ്ജു സാംസന്റെ റൺസ് നേടാൻ കഴിയില്ല എന്നത് ഒരു വസ്തുതയാണ് എന്ന് പറയാം. ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾ അദ്ദേഹത്തെ റേറ്റ് ചെയ്യാത്തതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് അതാണ്. സഞ്ജു ദ്രാവിഡ് സാംസൺ CSKക്ക് തീർച്ചയായും ജയിക്കേണ്ട മത്സരം പിച്ച് ഫ്ലാറ്റ് അല്ല. LSGയുടെ അനുഭവ പരിചയമില്ലാത്ത ബൗളിംഗ് നിര. എന്നിട്ടും സഞ്ജു സാംസൺ ടുക്സ്റ്റാറ്റ് പാഡിംഗ് നടത്തിയ പുറത്താവുന്നതിന് ടീമിനെ ഇരട്ടി സമ്മർദ്ദത്തിലാക്കുന്നു. T20 ലോകകപ്പിൽ ഫിനിഷ്ഡ് എഡ്ജ് ടീമുകളിൽ നിന്ന് തന്നെ സഞ്ജു സാംസൺ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇതോടെ CSK ആരാധകർ ഡൊണാൾഡ് ബ്രാഡ്മാനെ പോലെ തന്നെ അദ്ദേഹത്തെ പ്രശംസിക്കാൻ തുടങ്ങുകയും ചെയ്തു. പക്ഷേ ഇന്ന് നോക്കൂ, 20 ബോളിൽ സ്കോർ ചെയ്ത് വെറും 20 റൺസ് മാത്രം. 2026 IPL പവർ പ്ലേയിൽ സഞ്ജു സാംസന്റെ സ്ട്രൈക്ക് റേറ്റ് 150-ൽ താഴെയാണ് ഇപ്പോൾ. എന്നിട്ടും ആരും അദ്ദേഹത്തെ ഒരു ടുക് കളിക്കാരനായോ സ്റ്റാറ്റ് പാഡറോ എന്ന് വിളിക്കുന്നില്ല. എന്നാൽ ഈ സീസണിൽ 170+ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നിട്ടും ശുഭ്മൻ ഗില്ലിന് വിരാട് കോഹ്ലിയെയും അതേ ആളുകൾ ട്രോൾ ചെയ്യുന്നു. PR പ്രധാനമാണ്. T20യിൽ ശുഭ്മൻ ഗില്ലും സഞ്ജു സാംസണും തമ്മിലുള്ള വ്യത്യാസം 10 മത്സരങ്ങളിൽ 8 എണ്ണത്തിൽ ഗിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും. 10 മത്സരങ്ങളിൽ 2-3 വിജയകരമായ നോക്കൌട്ടുകൾ സാംസൺ കളിക്കും. എന്നാൽ മറ്റ് 7-8 മത്സരങ്ങൾ പരാജയപ്പെടും. 99% ആളുകളും ഇതിനോട് യോജിക്കില്ല. പക്ഷേ സഞ്ജു സാംസൺ 10 മത്സരങ്ങളിൽ CSKയുടെ ഏറ്റവും മോശം ഓപ്പണറാണ്. 2-3 മത്സരങ്ങളിൽ മാത്രമേ അദ്ദേഹത്തിന് സ്ഥിരതയില്ല എന്നിങ്ങനെയായിരുന്നു സഞ്ജുവിനെ വിമർശിച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയയിലെ വിവിധ പ്രതികരണങ്ങൾ. പവർ പ്ലേയിലെ അവസാന ഓവറിലാണ് സഞ്ജു സാംസൺ പുറത്തായത്. മുഹമ്മദ് ഷമി എറിഞ്ഞ ആദ്യത്തെ ഓവറിൽ 3 ഫോറുകൾ അടിച്ചത് മാറ്റി നിർത്തിയാൽ അദ്ദേഹം തീർത്തും ഫോം ഔട്ട് ആയിരുന്നു. തട്ടിയും മുട്ടിയും ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയ സഞ്ജു 6ാം ഓവറിൽ പുറത്താവുകയും ചെയ്തു. ഓവറിലെ 3ാം ബോളിലായിരുന്നു ഇത്. ശരീരം ലക്ഷ്യമിട്ട് ബാക്ക് ഓഫ് ലെങ്ത് ബോളായിരുന്നു ആകാശ് സിംഗ് എറിഞ്ഞത്. സഞ്ജു അത് ലെഗ് സൈഡിൽ ഫ്ലിക്ക് ചെയ്തെങ്കിലും ഡീപ്പിൽ തന്നെ നേരെ മുകുൾ ചൗധരിയുടെ കൈയിലേക്ക് അവസാനിക്കുകയായിരുന്നു.